ഭൂമിയെ വിറപ്പിക്കുന്ന സൈനിക കരുത്തും ആധുനിക ആയുധപ്പുരകളുമായി റഷ്യ എന്ന മഹാശക്തി ഇരിക്കുമ്പോൾ യൂറോപ്പിന്റെ നിലനിൽപ്പിന് ഒരു നൂൽപാലത്തിലാണ് വ്ളാഡിമിർ പുടിൻ എന്ന ഭരണാധികാരി. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നേരെ ഉയർത്തുന്ന ഓരോ വാക്കും വെറുമൊരു മുന്നറിയിപ്പല്ല, മറിച്ച് റഷ്യൻ കരുത്തിനെ അവഗണിക്കുന്നവർക്കുള്ള അന്ത്യശാസനമാണ്. കടൽ കടന്നുവരുന്ന അമേരിക്കൻ സഹായത്തിൽ വിശ്വസിച്ച് റഷ്യയോട് കൊമ്പ് കോർക്കാൻ നിൽക്കുന്നത് ആത്മഹത്യാപരമാണെന്നും റഷ്യയുടെ പ്രഹരശേഷിക്ക് മുന്നിൽ യൂറോപ്പിന്റെ പ്രതിരോധ കവചങ്ങൾ വെറും കടലാസ് കൊട്ടാരങ്ങൾ മാത്രമാണെന്നും പുടിൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. യൂറോപ്പിന്റെ സുരക്ഷ അമേരിക്കയുടെ കൈകളിൽ സുരക്ഷിതമാണെന്ന് വിശ്വസിക്കുന്നവരെ പുടിൻ ഒരു ക്രൂരമായ യാഥാർത്ഥ്യം ഓർമ്മിക്കുന്നു. റഷ്യയുമായി നേരിട്ടൊരു ആണവ യുദ്ധമുണ്ടായാൽ പാരീസിനും ലണ്ടനും വേണ്ടി വാഷിംഗ്ടണും ന്യൂയോർക്കും ചാരമാകാൻ അമേരിക്ക അനുവദിക്കുമോ എന്ന ലളിതമായ ചോദ്യത്തിനു മുന്നിൽ യൂറോപ്പ് ഇന്ന് ഉത്തരം കിട്ടാതെ പകച്ചു നിൽക്കുകയാണ്. സ്വന്തം സുരക്ഷ പണയം വെച്ച് അമേരിക്കയുടെ കരുണയ്ക്കായി കൈനീട്ടുന്ന യൂറോപ്യൻ നേതാക്കൾ അമേരിക്കയുടെ രാഷ്ട്രീയ കാറ്റ് മാറുമ്പോൾ തങ്ങൾ അനാഥരാകുമെന്ന് തിരിച്ചറിയുന്നില്ല. ഒരു ആണവ പ്രതിസന്ധിയിൽ സ്വന്തം ജനതയെ അപകടത്തിലാക്കി യൂറോപ്പിനെ രക്ഷിക്കാൻ അമേരിക്ക വരില്ലെന്ന കൈപ്പുള്ള സത്യമാണ് പുടിൻ ഇപ്പോൾ വിളിച്ചു പറയുന്നത്. റഷ്യയുടെ അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യയും പോരാട്ട വീര്യത്തെയും വെല്ലുവിളിക്കാം എന്ന ധാരണ തന്നെ വെറുമൊരു പകൽ കിനാവാണെന്ന് വ്ളാഡിമിർ പുടിൻ ശക്തമായി അടിവരയിട്ട് പറയുന്നു. റഷ്യ ഭീഷണിപ്പെടുത്തുകയോ സമ്മർദ്ദത്തിലാക്കുകയോ ചെയ്യാമെന്ന് കരുതുന്ന ഏതൊരു ശക്തിയും തങ്ങൾ കണക്ക് കൂട്ടാൻ പോലും കഴിയാത്ത തരത്തിലുള്ള പ്രത്യാഘാതങ്ങളെയാണ് നേരിടേണ്ടി വരിക എന്ന് പുടിൻ തുറന്ന ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് വെറുമൊരു വീമ്പ് പറച്ചിലല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി രൂപപ്പെടുത്തിയെടുത്ത റഷ്യയുടെ പ്രതിരോധ സിദ്ധാന്തത്തിന്റെ സാരാംശമാണെന്നും പുടിൻ സൂചിപ്പിക്കുന്നു. റഷ്യയുടെ മിസൈൽ ആക്രമണങ്ങൾക്ക് മുൻകൂർ മുന്നറിയിപ്പ് നൽകുന്ന അത്യാധുനിക സംവിധാനങ്ങളിലേക്കാണ് അദ്ദേഹം പ്രത്യേക ശ്രദ്ധ ക്ഷണിച്ചത്. അമേരിക്കയ്ക്കുള്ളതിനെ സമാനമായും ചില മേഖലകളിൽ അതിനെ മറികടക്കുന്നതുമായ സ്പേസ് റെക്കഗ്നൈസേഴ്സ് സംവിധാനങ്ങളും മിസൈൽ മുന്നറിയിപ്പ് നെറ്റ്വർക്കുകളും റഷ്യയ്ക്ക് സ്വന്തമാണെന്ന് പുടിൻ വ്യക്തമാക്കി. ഉപഗ്രഹ നിരീക്ഷണം, റഡാർ ശൃംഖലകൾ, തത്സമയ ഡാറ്റ വിശകലനം എന്നിവയിലൂടെ ഏതൊരു ഭീഷണിയെയും ആദ്യ നിമിഷം തന്നെ തിരിച്ചറിയാനുള്ള ശേഷിയാണ് റഷ്യ കൈവശം വച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഇതിന് വിപരീതമായി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യവും സമഗ്രവുമായ സംവിധാനങ്ങൾ ഇല്ലെന്ന യാഥാർത്ഥ്യവും അദ്ദേഹം തുറന്നുകാട്ടി. ഈ അവസ്ഥ യൂറോപ്യൻ ഭൂഖണ്ഡത്തിന്റെ അടിസ്ഥാന സുരക്ഷാ ദുർബലതയെ നഗ്നമായി വെളിപ്പെടുത്തുന്ന ഒന്നാണ്. സ്വന്തം സുരക്ഷാ നിർണയങ്ങൾ സ്വതന്ത്രമായി ഏറ്റെടുക്കാൻ കഴിയാത്ത വിധം യൂറോപ്പ് പൂർണ്ണമായും നാറ്റോയുടെ, അതിലുപരി അമേരിക്കയുടെ തീരുമാനങ്ങളിൽ ആശ്രയിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം വിമർശിച്ചു. ഒരു യഥാർത്ഥ പ്രതിസന്ധി വന്നാൽ അമേരിക്കയുടെ മുൻഘടകങ്ങൾ മാറിയാൽ ഈ സുരക്ഷയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകി. റഷ്യയുടെ തന്ത്രപരമായ ആണവശേഷികളെക്കുറിച്ചും പുടിൻ ശക്തമായ ഭാഷയിലാണ് സംസാരിച്ചത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ഉപയോഗിച്ച ബോംബുകളെക്കാൾ 3-4 മടങ്ങ് ശക്തിയുള്ള ആണവായുധങ്ങൾ റഷ്യയിൽ, അവയുടെ പലതും യൂറോപ്യൻ ഭൂഖണ്ഡത്തെ നേരിട്ട് ലക്ഷ്യമിടാൻ ശേഷിയുള്ളവയാണെന്നും പുടിൻ വ്യക്തമാക്കി. അമേരിക്ക കൂടുതൽ ആയുധങ്ങൾ യൂറോപ്പിലേക്ക് കൊണ്ടുവന്നാലും റഷ്യയുടെ ആയുധശേഖരം അതിനേക്കാൾ വിപുലമാണെന്നും ഒരു ആയുധ മത്സരത്തിൽ റഷ്യ പിന്നിലാകില്ലെന്നുമുള്ള സന്ദേശമാണ് പുടിൻ നൽകിയത്. താൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, സംഘർഷം നിയന്ത്രണാതീതമായാൽ ഉണ്ടാകുന്ന അനന്തര ഫലങ്ങൾ ലോകത്തിന് തന്നെ വിനാശകരമായിരിക്കുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ റഷ്യയെ നിരന്തരം പ്രകോപിപ്പിക്കുകയും അതിന്റെ സുരക്ഷാ ആശങ്കകൾ അവഗണിക്കുകയും ചെയ്താൽ അപകടങ്ങളുടെ സാധ്യത ഗണ്യമായി വർദ്ധിക്കുമെന്നത് അനിവാര്യമാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ നാറ്റോയുടെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ, യൂറോപ്പിലെ അസ്വസ്ഥതകളും കൂടുതൽ വ്യക്തമായി പുറത്തുവരുന്നു. ഉക്രൈനെ ചുറ്റിയുള്ള ചർച്ചകളിൽ യൂറോപ്യൻ നേതാക്കൾ ഐക്യം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചാലും യഥാർത്ഥത്തിൽ അവരുടെ സുരക്ഷാ അസ്തിത്വം അമേരിക്കയാണെന്ന സത്യം മറക്കാൻ ആകുന്നില്ല. അമേരിക്കയുടെ മുൻഘടനകൾ മാറുമ്പോൾ യൂറോപ്പ് ഒറ്റപ്പെടുമോ എന്ന ആശങ്ക പുടിന്റെ വാക്കുകളിൽ വീണ്ടും ഉയർത്തിക്കാട്ടുന്നത് ഈ ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായി വരുന്ന സന്ദേശം റഷ്യ ഒറ്റയ്ക്കല്ല എന്നത് തന്നെയാണ്. മോസ്കോയ്ക്ക് ശക്തമായ രാഷ്ട്രീയ തന്ത്രപരമായ പിന്തുണയുമായി ഇറാൻ തുറന്നു നിൽക്കുന്ന വിലയിരുത്തലാണ് റഷ്യൻ നയതന്ത്ര വൃത്തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. പാശ്ചാത്യ ഉപരോധങ്ങളും കൂടെ നിൽക്കുന്ന ഒരുപോലെ നേരിടുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ഇന്ന് വാക്കുകളിൽ ഒതുങ്ങുന്നില്ല. സൈനിക, സാങ്കേതിക, നയതന്ത്രം എന്നീ തലങ്ങളിൽ അത് വ്യക്തമായ രൂപം കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ ഏറ്റുമുട്ടൽ ഉണ്ടായാൽ റഷ്യയെ ഒറ്റപ്പെടുത്താമെന്ന പാശ്ചാത്യ കണക്കുകൂട്ടൽ തെറ്റാണെന്നും അത്തരമൊരു സാഹചര്യത്തിൽ ഇറാൻ രാഷ്ട്രീയമായും തന്ത്രപരമായും റഷ്യയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും വ്യക്തമാണ്.
ഇറാന്റെ ഈ നിലപാട് വെറും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമായി മാത്രമല്ല, അമേരിക്കൻ ആധിപത്യത്തെ തുറന്നു വെച്ച് ചോദ്യം ചെയ്യുന്ന ഒരു വലിയ ഭൗമരാഷ്ട്രീയ പുനഃക്രമീകരണത്തിന്റെ ഭാഗമായാണ് കണക്കാക്കപ്പെടുന്നത്. മിഡിൽ ഈസ്റ്റിലും യുറേഷ്യയിലും അമേരിക്കൻ ഇടപെടലുകൾക്കെതിരായി നിൽക്കുന്ന ശക്തികൾ തമ്മിലുള്ള ഏകോപനം ശക്തമാക്കുന്ന സാഹചര്യത്തിൽ റഷ്യ ഇറാൻ ബന്ധം ഭാവിയിലെ ഏതൊരു സംഘർഷത്തിലും നിർണായക ഘടകമായി മാറാൻ സാധ്യതയുണ്ട് എന്നതാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യക്കെതിരായ ഏതൊരു സൈനിക നീക്കവും ഇന്നൊരു രാജ്യത്തെ മാത്രം ലക്ഷ്യമിടുന്നതല്ല, മറിച്ച് പരസ്പരം പിന്തുണയ്ക്കുന്ന ഒരു വിശാല സഖ്യത്തെ നേരിടുന്നതായിരിക്കും എന്ന മുന്നറിയിപ്പാണ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത്. അവസാനമായി യൂറോപ്പിന് മുന്നിലുള്ള തിരഞ്ഞെടുപ്പ് ഇപ്പോൾ കൂടുതൽ വ്യക്തവും കഠിനവുമാണ്. രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾക്ക് വിധേയമാവുന്ന സുരക്ഷാ വാഗ്ദാനങ്ങളിൽ പൂർണ്ണമായി ആശ്രയിച്ചു നിൽക്കാനോ അല്ലെങ്കിൽ റഷ്യയുടെ സുരക്ഷാ ആശങ്കകൾ ഗൗരവമായി എടുത്ത് സംഘർഷം കുറയ്ക്കുന്ന യാഥാർത്ഥ്യബോധമുള്ള നയതന്ത്ര പാത രൂപീകരിക്കണോ എന്നതാണ് ചോദ്യം. പുടിന്റെ വാക്കുകൾ ഭീഷണിയായി മാത്രമല്ല, മുന്നറിയിപ്പും സന്ദേശവും ചേർന്നതാണ്. കാരണം ഒരു വലിയ ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അതിന്റെ ആദ്യവും ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വരിക യൂറോപ്പിനായിരിക്കും. അതിൽ നിന്ന് രക്ഷിക്കാൻ അമേരിക്ക തീർച്ചയായും മുന്നോട്ട് വരുമോ എന്ന സംശയം അതേപടി നിൽക്കുന്നു. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന അമേരിക്ക മറ്റ് രാജ്യങ്ങളെ സംരക്ഷിക്കാൻ വരുമോ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളെ സംരക്ഷിക്കാൻ വരുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഏറ്റവും കൂടുതലായി ഉയർത്തുന്നത്. പുടിനെ സംബന്ധിച്ചിടത്തോളം പുടിനറിയാം സ്വന്തം രാജ്യത്തെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്. വെനിസ്വേലയിൽ കയറി അമേരിക്ക നടത്തിയ ചില ആക്രമണങ്ങൾ, നീതീകരിക്കാൻ കഴിയാത്ത ചില നിലപാടുകൾ, തീരുമാനങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധം അതിൽ അറിയിച്ചിട്ടുണ്ട്. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കയറി അവിടുത്തെ നേതാവിനെ പിടിച്ചുകൊണ്ടുവരാൻ എന്ത് അധികാരമാണ് ട്രംപിനുള്ളത്? അമേരിക്ക ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇതിനു മുൻപും അമേരിക്ക ഇത്തരം നിലപാടുകൾ, പ്രത്യേകിച്ച് തെറ്റായ നിലപാടുകൾ അമേരിക്ക സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടുകൾക്ക് ഒരു മറുപടിയാണ് പുടിൻ നൽകുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഇനി കാര്യങ്ങൾ കൈവിട്ടു പോകും. പുടിൻ കൃത്യമായി മുന്നറിയിപ്പ് നൽകുകയാണ്. അമേരിക്ക രക്ഷിക്കാൻ വരില്ല. അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ അമേരിക്ക ചതിക്കും. പുടിൻ ഇങ്ങനെ പറയുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ സൂക്ഷിക്കണം. അമേരിക്കയാണ് എപ്പോൾ വേണമെങ്കിലും ചതിക്കാം. നിലപാടില്ലാത്ത ഒരു പ്രസിഡന്റാണ് അവിടെ ഭരിക്കുന്നത്. ഇന്ന് പറയുന്നതല്ല ട്രംപ് നാളെ പറയുന്നത്. എല്ലാ രാജ്യങ്ങളിലും അധികാരം കാണിക്കാൻ വെമ്പൽ കൊള്ളുന്ന ട്രംപിന്റെ നിലപാട് ലോകരാജ്യങ്ങൾ ചോദ്യം ചെയ്യുന്ന ഒരു ദിവസം വരും. അന്ന് അമേരിക്ക പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞു നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും. ഈ രാജ്യങ്ങളെയൊക്കെ കൈപ്പിടിയിലൊതുക്കാൻ അമേരിക്ക ശ്രമിച്ചാൽ, അമേരിക്ക അത്തരം നീക്കങ്ങൾ നടത്തിയാൽ യൂറോപ്യൻ രാജ്യങ്ങളെ രക്ഷിക്കാൻ പോലും ഒരാൾ ഉണ്ടാകില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് പുടിൻ നടത്തുന്നത്. ഇതൊരു ഭീഷണിയായി കണക്കാക്കണ്ട, ഇതൊരു മുന്നറിയിപ്പായി മാത്രം കണക്കാക്കുക എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുന്നത്. ആ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നാളെ യൂറോപ്യൻ രാജ്യങ്ങളെ കൈപ്പിടിയിലൊതുക്കാൻ ട്രംപ് വരുമ്പോൾ രക്ഷയ്ക്കാരും ഉണ്ടാകില്ല എന്നതുകൂടിയാവാം.